ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി സ്നാക്സാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാൻ വേവിച്ച 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വേവിച്ചതാണ്. ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. 2 സെക്കൻഡ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യണം, ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വഴറ്റണം കേട്ടോ. ഈ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് മല്ലിയില ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മസാലകളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഉരുളക്കിഴങ്ങ് ഏതെങ്കിലും ഒന്ന് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ചട്ടകം വെച്ചിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ. ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ എങ്ങനെ നമുക്ക് ഈ സ്നാക്സ് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിൽ എങ്ങനെ 2 ആഴ്ചയോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതിൻ്റെ ടിപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ മസാല ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. മസാല ഉണ്ടാക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ മെയിൻ പാർട്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 2 മുട്ട ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച മൊസറല്ല ചീസാണ് കേട്ടോ ഇത്. നമ്മൾ ചീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ കയ്യിലൊന്ന് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ ബോൾസ് ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല നമ്മൾ എടുക്കണം. ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എടുത്തിട്ട് ഇതേമാതിരി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നടുവിൽ നമ്മൾ ചീസ് കട്ട് ചെയ്ത് വെച്ച ചീസ് ചേർത്തിട്ട് നല്ലൊരു ഷേപ്പിൽ ബോളിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതാണ്. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ. ഈ ടൈമിൽ ബ്രെഡ് ക്രംസ് നമ്മൾ റെഡിയാക്കി വെക്കണം. ഒരു 2-3 ബ്രെഡ് മിക്സിയിൽ അടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയാകും. ഇപ്പം നമ്മൾ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ കോൺഫ്ലവറിൽ നമ്മളിത് കോട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ പൊരിക്കുന്ന ടൈമിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് പൊരിക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ പൊട്ടിപ്പോകില്ല. അതൊരു ടിപ്പാണ് കേട്ടോ. ഇനി നമ്മൾ എഗ്ഗിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ വീണ്ടും മുക്കുക. അപ്പോൾ നമ്മൾ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് എല്ലാ ബോൾസും ഇതേമാതിരി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ടിപ്പ് ലാസ്റ്റിലുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനു വേണ്ടി ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കുക. പൊരിച്ചെടുക്കുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കണം. സിമ്മിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ആ കോട്ടിങ് ഉണ്ടല്ലോ, പുറത്തുള്ള കോട്ടിങ് വേഗത്തിൽ തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സിമ്മിലിടുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് കളറിൽ കിട്ടും. ഈ ഗോൾഡൻ കളറാണോ പൊരിച്ചെടുക്കുന്ന ടൈമിൽ. ഇങ്ങനെ രണ്ട് സൈഡും പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു ടൈമിൽ നമുക്ക് 2-3 എണ്ണം നമ്മൾ ആ എണ്ണൻ്റെ അനുസരിച്ച് നമുക്ക് പൊരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോക്ക് വേണ്ടി ഒന്നാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഈ കളറിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി അടുത്ത ട്രിപ്പ് ഇതേമാതിരി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. കോൺഫ്ലവർ ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല. നമ്മളത് കണ്ടില്ല, നമുക്ക് ബോളായിട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഇത് ഈ ബ്രെഡ് ബോൾസിന് മാത്രമല്ല, കട്ട്ലേറ്റിനും എല്ലാത്തിനും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. രണ്ട് 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് പൊരിച്ചെടുക്കാവുന്നതാണ്. സിമ്മിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടിപ്പാണ്, ഒരു ബോക്സിൽ താഴത്ത് നമ്മൾ ഫോയിലിംഗ് പേപ്പർ വെക്കണം. റെഡിയാക്കി വെച്ച ബോൾസ് അതിൻ്റെ മേലെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് മൂടി വെക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വേണം വെക്കാൻ. 1-2 വീക്ക് നമുക്ക് ഇതേമാതിരി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പൊരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാവുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.